ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കടല വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ കടല വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടല നന്നായിട്ട് കഴുകിയിട്ട് ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 കപ്പ് വെള്ളവും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടല കറി ആയിട്ടല്ലല്ലോ, വരട്ടിയത് പോലെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1.5 കപ്പ് വെള്ളം തന്നെ മതിയായിരിക്കും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നോക്കുന്ന സമയത്ത് നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനേക്കുള്ള ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ഇതുപോലെ മുറിച്ച് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചിട്ടെടുക്കാം. നമുക്ക് ഒരുപാട് അരഞ്ഞു പോണ്ട, നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ചേർത്ത കൂട്ടിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലിപ്പോൾ ചെറിയ ഉള്ളി എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ സവാള മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ്. ഇപ്പോൾ ഇത് നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരട്ടെ. ഇപ്പം നമ്മൾ കുറച്ച് നേരമായി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇളക്കി നോക്കുന്ന സമയത്ത് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തൊന്ന് എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ വേവിച്ചിട്ടെടുക്കാം. ആ മസാലയൊക്കെ കടലയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം നമുക്ക് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാതെ തന്നെ ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ അടപ്പ്. ഇപ്പോൾ ഇത് നമ്മുടെ കടല നന്നായിട്ട് വരണ്ടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കടലയുടെ മേലേക്ക് മസാല നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി കടല വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ പുട്ട്, അപ്പം, നീർദോശ, ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.